രാവിലെ നച്ചു കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് അവളെ തന്നെ നോക്കിയിരിക്കുന്ന അഗ്നിയെയാണ്. ദേവേട്ടാ, എന്താ ഇത്? ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? അവൾ ബെഡിൽ നിന്നും എണീറ്റു. ചമ്രം പടഞ്ഞിരുന്ന് മുടി വാരിക്കെട്ടി. അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞിരിക്കുന്നു. ആ കണ്ണുകളുടെ തിളക്കം കണ്ട് അവൾക്ക് നാണം തോന്നി തുടങ്ങി. ദേവേട്ടാ. നച്ചു, നീ ഉറങ്ങുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? അപ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ ദേവേട്ടൻ ഇവിടെ ഇരിക്കുകയായിരുന്നോ? അവൾ അമ്പരപ്പോടെ ചോദിച്ചു. പിന്നെ അല്ലാതെ, ഇവിടെ എൻ്റെ നച്ചു ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ സമാധാനത്തോടെ കിടക്കും? ഞാൻ വന്നപ്പോൾ എൻ്റെ നച്ചു നല്ല ഉറക്കം. അതിങ്ങനെ നോക്കിയിരിക്കാൻ തോന്നിപ്പോയി. ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ നച്ചുവിൽ അലിഞ്ഞു പോകുന്നത് പോലെ. അങ്ങനെ ഇരിക്കാതെ എന്നെ വിളിക്കാറുന്നില്ലേ ദേവേട്ടാ? നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാറുന്നല്ലോ. എൻ്റെ നച്ചു ഉറങ്ങുന്നത് കണ്ടപ്പോൾ എനിക്ക് വിളിക്കാൻ തോന്നിയില്ലടാ. അത്രയ്ക്ക് നിഷ്കളങ്കത നിറഞ്ഞ മുഖമായിരുന്നു നിനക്ക്. അവൻ അവളുടെ മുഖം കയ്യിലെടുത്തു. മെല്ലെ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അവൾ ചിരിയോടെ കണ്ണുകൾ അടച്ചു. അതെ, രാവിലെ നമുക്കിങ്ങനെ ഇരുന്നാൽ മതിയോ? ഓഫീസിൽ പോണ്ടേ? അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു മെല്ലെ ചോദിച്ചു. ഇന്ന് നമ്മൾ ഓഫീസിൽ പോകുന്നില്ല. പോകുന്നില്ലേ? ഇല്ല. അയ്യോ, അതെന്താ? ദേവേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അവൾ അങ്കലാപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇല്ല എൻ്റെ നച്ചു, നമ്മൾ രണ്ടും കൂടി ഇന്ന് വെറുതെ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ പോവാ. പരസ്പരം നോക്കി കണ്ണുകൾ കൊണ്ട് കഥ പറഞ്ഞുകൊണ്ട്. അയ്യടാ, അങ്ങനിപ്പോൾ ഇവിടെ ഇരിക്കണ്ട. പിന്നെ നമുക്ക് ഒരു ഔട്ടിങ് പോവാൻ ദേവേട്ടാ. നമ്മൾ രണ്ടുപേരും മാത്രമായൊരു ലോകത്തേക്ക്. അവളുടെ കണ്ണിലാ തിളക്കം, പ്രതീക്ഷ. അത് കണ്ടപ്പോൾ അവന് നോ പറയാൻ തോന്നിയില്ല. ശരി, എൻ്റെ നച്ചു പറഞ്ഞതല്ലേ, നമുക്ക് പോകാം. പക്ഷേ ഒറ്റയ്ക്കല്ല, വിക്രമിനെയും ടീമിനെയും കൂടെ കൂട്ടാം. അവർ മാറി നിന്നോളും. ദേവേട്ടാ, പ്ലീസ് ദേവേട്ടാ. ആരും വേണ്ട ദേവേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മതി, നമ്മൾ മാത്രം, നമ്മുടെ ലോകത്ത്. അവൾ കെഞ്ചിക്കൊണ്ട് അവനെ നോക്കി. അവനതിൽ എതിര് പറയാൻ കഴിഞ്ഞില്ല. അവൻ മെല്ലെ തലയാട്ടി. താങ്ക് യു ദേവേട്ടാ. അവൾ ചാടി എണീറ്റ് അവനെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ കവിളിൽ ചുണ്ടുകൾ അമർത്തി ഉമ്മ വച്ചു. അവൻ ഞെട്ടിപ്പോയി. പതിയെ അവൻ്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു. അവൻ്റെ കൈ അവളെ ചുറ്റിപ്പിടിച്ചു. അവൻ അവളെയും കൊണ്ട് എണീറ്റ് നിന്നു. ദേവേട്ടാ, വേഗം പോയി കുളിച്ചിട്ട് വാ. ദേ, എനിക്ക് നീ വേഷത്തിൽ എൻ്റെ നച്ചുവിനെ കാണണം. അവൻ കൈ ചൂണ്ടി. റെഡ് ആൻഡ് റോസ് 2 സാരികൾ. ദേവേട്ട, ഇത്? അതേടാ, എനിക്ക് നിന്നെ സാരിയിൽ കാണാനാണ് ഏറ്റവും ഇഷ്ടം. അവൾ അവനെ കുറുമ്പോടെ നോക്കി. ഈ ഡെവിളിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നോ? അവൾ അവൻ്റെ നെഞ്ചിൽ വിരൽ കുത്തിക്കൊണ്ട് ചോദിച്ചു. അവൻ്റെ 2 കൈയും അവളുടെ അരയിൽ മുറുകി. എൻ്റെ ആഗ്രഹങ്ങൾ അത് നിന്നിൽ മാത്രമാണ് നച്ചു. അവൻ്റെ ആ പിടിയിൽ അവളൊന്ന് പിടഞ്ഞു. ദേവേട്ടാ. അവളുടെ സ്വരത്തിലെ വിറയൽ അറിഞ്ഞതും അവൻ അവളുടെ തൊണ്ടക്കുഴിയിൽ അമർത്തി ചുംബിച്ചു. അവൾ പിടപ്പോടെ കണ്ണുകൾ ഇറുകെ അടച്ചു കളഞ്ഞു. അവൻ്റെ തലച്ചോറിലേക്ക് രക്തം കുതിച്ചു കയറിയതും അവൻ പെട്ടെന്ന് പിന്മാറി. അവളുടെ മുഖത്ത് നോക്കാതെ തിരിഞ്ഞു നിന്നു. നച്ചു, വേഗം പോയി റെഡിയായി വാ. ഞാൻ പുറത്തുണ്ടാകും. അവൻ്റെ കിതപ്പും സ്വരത്തിലെ വിറയലും അവൾ തിരിച്ചറിഞ്ഞു. അവൻ പെട്ടെന്ന് റൂമിന് പുറത്തേക്കിറങ്ങി നടന്നു. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണു ചിമ്മാതെ നോക്കിയിരുന്നിട്ടും തോന്നാത്ത എന്തൊക്കെയോ ഒരു നിമിഷം കൊണ്ട് തോന്നിപ്പോയി. അവളെ വാരി പിടിച്ച് ചുംബിക്കാൻ തോന്നിപ്പോയി. പക്ഷേ അത് പാടില്ല. അതിനിനിയും സമയമായിട്ടില്ല. അവൻ എന്തോ ആലോചിച്ചുകൊണ്ട് സ്വന്തം റൂമിലേക്ക് കയറി വാതിൽ ലോക്കിട്ടു. അവൻ പോയതും
പോയ കിളികളെ പാഞ്ഞു പിടിച്ച് കണ്ടെത്തി തിരികെ കയറ്റി അവൾ ബാത്റൂമിലേക്ക് ഓടിക്കയറി. അരമണിക്കൂർ കഴിഞ്ഞതും വിക്രമിനോട് സംസാരിച്ച് നിൽക്കുന്ന അഗ്നിയുടെ അരികിലേക്ക് അവൾ നടന്നെത്തി. അവളെ കണ്ടതും വിക്രം ഒന്ന് അമ്പരന്നു. ഇതുവരെ ചുരിദാർ മാത്രം ഇട്ടുകൊണ്ട് നടന്ന അവളിപ്പോൾ വലിയ സ്ത്രീയെ പോലെ സാരിയൊക്കെ ഞൊറിഞ്ഞൊടുത്തു വന്നേക്കുന്നു. അവൻ കടക്കണ്ണിൽ അഗ്നിയൊന്ന് നോക്കി. എൻ്റെ അമ്മോ, ഇങ്ങനെ വായും പൊളിച്ച് ഇവളെ നോക്കി നിൽക്കുന്നതെങ്ങാനും ബോസ് കണ്ട എൻ്റെ കഥ കഴിക്കും. അവൻ പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തു. അഗ്നി അവളിൽ ലയിച്ചു നിന്നത് കാരണം അവൻ മറ്റൊന്നും അറിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ദേവേട്ടാ, എങ്ങനെയുണ്ട്? അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. അവനവളെ കൈകളിൽ കോരിയെടുത്തു. നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. ദേവേട്ടാ, കുറുകിക്കൊണ്ടവൾ അവൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി വെച്ചു. അവൻ അവളുമായി പുറത്തേക്ക് നടന്നു. അവളെ ഫ്രണ്ടിലിരുത്തിക്കൊണ്ട് അവൻ തൻ്റെ റോൾസ് റോയ്സ് എടുത്ത് പാഞ്ഞു. അവൻ്റെ കണ്ണിലപ്പോൾ എന്തോ വലിയ കാര്യം നേടിയെടുത്ത ഒരു കുട്ടിയുടെ സന്തോഷമായിരുന്നു. അവൻ നേരെ പോയത് മുംബൈ നഗരത്തിലെ ഏറ്റവും ഫേമസ് പാർക്കിലേക്കായിരുന്നു. ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ സൗരഭ്യത്തിൽ ഇരുവരും കൈകോർത്ത് നടന്നു. അവളുടെ മുഖവും സന്തോഷവും കാണുന്തോറും അവനല്ലാതായി മാറുകയാണ്. അവളുടെ ചിരിയും കുസൃതി നിറഞ്ഞ നോട്ടവും അവനവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ ആഗ്രഹം തോന്നിപ്പോയി. അവളുടെ കയ്യിൽ കോർത്തു പിടിച്ച് അവനവളുടെ പിന്നിലായി നിന്ന് അവളുടെ കഴുത്തിൽ ഉമ്മ വെച്ചു. ഇക്കിളയായവൾ അവനെ വിട്ട് മുന്നോട്ടോടാൻ തുടങ്ങി. അവളെ പിടിക്കാനായി അവനും അവളുടെ പിന്നാലെ ഓടിത്തുടങ്ങി. അവളുടെ കുറുമ്പും കുസൃതിയും അഗ്നി എന്ന ഡെവിളിനെ മാറ്റി തുടങ്ങി. അവളെ പിടിക്കാനോടി അവൻ ചിരിയോടെ അവളെ പിടിച്ചു നിർത്തി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ പൊട്ടിച്ചിരി ഉയർന്നു. അപ്പോഴാണ് അവിടെ ഞാലുന്ന ഊഞ്ഞാൽ അവളുടെ കണ്ണിൽപ്പെട്ടത്. ദേവേട്ടാ, എനിക്ക് ഊഞ്ഞാലാടണം. കൊച്ചു കുട്ടികളുടെ കൗതുകത്തോടെ പറയുന്ന അവളുടെ കണ്ണിലേക്ക് നോക്കി അവൻ തലയാട്ടി. പിന്നെ അവളെ കൈകളിലെടുത്താണ് അവൻ ഊഞ്ഞാലിലിരുത്തിയത്. അവൾക്ക് സന്തോഷം കൊണ്ട് ഹൃദയം നിറഞ്ഞ അവസ്ഥയായിരുന്നു. കോടികളുടെ അവകാശിയായ, പേര് കേട്ടാൽ മുംബൈ നഗരം തന്നെ വിറയ്ക്കുന്ന അഗ്നിദേവ് റായ്ചന്ദ് എന്ന ഡെവിൾ ഇവിടെ തൻ്റെ മുന്നിൽ കൊച്ചു കുട്ടികളെ പോലെ. അവളുടെ കണ്ണുകൾ തുളുമ്പിത്തുടങ്ങി. തനിക്ക് വേണ്ടി, എല്ലാം തനിക്ക് വേണ്ടി. അവൾ ഊഞ്ഞാലിൽ നിന്നും ചാടിയിറങ്ങി അവനെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് അവരുടെ മേലേക്ക് മഴത്തുള്ളികൾ പെയ്തിറങ്ങി. അവളുടെ ചൂട് അവനിലേക്ക് പടർന്നു തുടങ്ങി. അവൻ അവളുടെ നെറുകയിൽ ചുണ്ടുകൾ അമർത്തി. നച്ചു, മഴ കൊള്ളണ്ട. എന്തെങ്കിലും അസുഖം വന്നു പോയാ? അവളത് ശ്രദ്ധിക്കാതെ ഒന്നുകൂടി അവനിൽ പതുങ്ങി നിന്നു. അവളുടെ നിശ്വാസം അവൻ്റെ കഴുത്തിൽ പതിഞ്ഞു. അവൻ പെട്ടെന്ന് അവളെ എടുത്തു കാറിനടുത്തേക്ക് നടന്നു. ദേവേട്ടാ, അവൻ്റെ കഴുത്തിൽ കൈചുറ്റി അവൾ അവൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി കിടന്നു. അഗ്നിയുടെ ചുണ്ട് ഒരൽപ്പം വളഞ്ഞു. അതാണ് അവൻ്റെ പുഞ്ചിരി, അത്രമാത്രം. അവൻ അവളെ കാറിലേക്കിരുത്തി വേഗം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ദേവേട്ടാ, തിരികെ പോവാണോ? എന്താ നച്ചൂട്ടാ, പോണ്ടേ? വേണ്ട, എനിക്കിനിയും ദേവേട്ടൻ്റെ കൂടെ ഇങ്ങനെ. നമുക്ക് മറ്റെവിടെയെങ്കിലും പോവാൻ ദേവേട്ടാ. ശരി, പോകാം. പക്ഷെ അതിനു മുൻപ് നമുക്ക് ഫ്രഷായി ഈ ഡ്രസ്സ് മാറി ഇറങ്ങാം. എന്താ? അയ്യോ, വീണ്ടും മാൻഷനിൽ പോയിട്ട് വരാനോ? അത് വേണ്ട ദേവേട്ടാ. എന്നാ ശരി, നമുക്ക് പോണ്ട. അവൻ നേരെ തൻ്റെ റിസോർട്ടിലേക്ക് വണ്ടി വിട്ടു. കായലിന് തീരത്തുള്ള ആ റിസോർട്ട് കണ്ടതും നച്ചുവിൻ്റെ കണ്ണ് തള്ളിപ്പോയി. ദേവേട്ടാ, ഇത് എന്താടാ? അത് ഇവിടെ കഴിഞ്ഞ ഇയർ മാഗസീനിൽ ഞാനിത് കണ്ടിരുന്നു. അന്നേ മനസ്സിൽ ആഗ്രഹമായിരുന്നു ഇവിടെ ഒന്ന് വരണമെന്ന്. ഇത് ദേവേട്ടൻ്റെ ആണെന്ന് ഞാൻ. അവനൊന്ന് ചിരിച്ചു. കാറിൽ നിന്നും ഇറങ്ങിയവൻ വന്നവളെ കയ്യിലെടുത്തു. ഓടി വന്ന സെക്യൂരിറ്റിയോട് കാർ പാർക്ക് ചെയ്യൂ എന്ന് ഒരു നോട്ടത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ അവളുമായി അകത്തേക്ക് നടന്നു. ആരൊക്കെയോ തങ്ങളെ നോക്കുന്നു എന്ന് കണ്ടതും അവൾ അവനെ നോക്കി. ദേവേട്ടാ, നിർത്തിക്കേ, ഞാൻ നടന്നോളാം. മിണ്ടാതെ കിടന്നോ നച്ചൂട്ടാ. അവൻ്റെ ശബ്ദം കേട്ടതും അവൾ പെട്ടെന്ന് അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു. ബോസിനിത് എന്തു പറ്റി എന്ന ഭാവത്തോടെ വായും തുറന്നു നിൽക്കുന്നു അവിടുത്തെ സ്റ്റാഫുകൾ.
തങ്ങൾക്ക് ആളൊന്നും മാറിയിട്ടില്ലല്ലോ എന്ന് അവർ കണ്ണു തിരുമ്മി ഒന്നുകൂടി അവരെ നോക്കി. ഇല്ല, ഇത് ബോസ് തന്നെ. അഗ്നികോർപ്പ് CEO അഗ്നിദേവ് റായ്ചന്ദ് തന്നെ. ഇതെന്ത് മായാജാലം തമ്പുരാനെ, അവർ പിറുപിറുത്തു. അവളുമായി റൂമിലെത്തി അവൻ നേരെ അവളുമായി ബാത്റൂമിലേക്ക് കയറി. അതോടെ അവളുടെ നെഞ്ചിടിപ്പ് കൂടി. ദേവേട്ടൻ ഇത് എന്തിനുള്ള പുറപ്പാടാ ഈശ്വര, അവൾ പിടച്ചിലോടെ അവനെ നോക്കി. എന്നാ അവനതൊന്നും ശ്രദ്ധിക്കാതെ അവൻ നേരെ അവളെ ഷവറിൻ്റെ കീഴിൽ നിർത്തി. നച്ചു, നീ ഫ്രഷായി വാ. വരുമ്പോൾ നിനക്കുള്ള ഡ്രസ്സ് റൂമിലുണ്ടാകും. ഞാനിപ്പോൾ വരാം. ഡോർ ഞാൻ ലോക്കിട്ടേക്കാം. അവൻ്റെ ആ മുഖം അവൾക്ക് പരിചയമുണ്ടോ? ഇല്ല. ഇപ്പോൾ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരിക്കുന്നു. അവൻ തിരിഞ്ഞതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. എന്താ ദേവേട്ടാ? ഒന്നുമില്ലടാ, ഞാനിപ്പോൾ വരാം. അവളുടെ കവളിലൊന്ന് തട്ടിക്കൊണ്ട് അവൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങി. അവൻ പോയതും അവൾ ആലോചിച്ചു നിന്നു. പുറത്തേക്കിറങ്ങിയ അഗ്നി നേരെ ഡോർ ലോക്കിട്ട് റിസപ്ഷനിലേക്ക് നടന്നു. അവൻ്റെ ആ നനഞ്ഞുള്ള വരവും കണ്ണുകളിൽ അഗ്നിയും കണ്ടതും സ്റ്റാഫുകളുടെ കാല് വിറക്കാൻ തുടങ്ങി. അവൻ കൊടുങ്കാറ്റ് പോലെ ചെന്ന് കോർണർ സെറ്റിലിരുന്ന 2 പേരെ വീശിയെടുത്ത് പുറത്തേക്ക് നടന്നു. കാര്യമറിയാതെ സ്റ്റാഫുകൾ മുഖത്തോട് മുഖം നോക്കി. പെട്ടെന്ന് ഒരു ലേഡി സ്റ്റാഫ് CCTV വിഷ്വൽസ് ഓൺ ചെയ്തു. എല്ലാവരുടെയും കണ്ണ് അതിലേക്ക് നീണ്ടു. തീർന്നു. അവരുടെ ചുണ്ട് ഒരുപോലെ പിറുപിറുത്തു. അവരുമായി പുറത്തേക്ക് വന്ന അഗ്നി 2 പേരെയും വീശിയെറിഞ്ഞു. അവർ നിലത്തേക്ക് വീണതും അഗ്നി ഇരുവരുടെയും നെഞ്ചിലായി ലാൻഡ് ചെയ്ത് നിന്നു. അവിടേക്ക് 2 കാറുകൾ വലിയ ശബ്ദത്തോടെ ബ്രേക്ക് ഇട്ട് നിന്നു. ഒന്നിൽ നിന്നും വിക്രം ചാടിയിറങ്ങി. ബോസ്, ഇവരെ കൊണ്ടുപോ വിക്രം. സീക്രട്ട് റൂമിൽ എന്ത് വേണമെന്ന് ഞാൻ വന്നിട്ട് തീരുമാനിക്കാം. ബോസ്, ഇവർ എന്താണ് ചെയ്തത്? വിറച്ചുകൊണ്ട് വിക്രം മെല്ലെ ചോദിച്ചു. ചെയ്തില്ല വിക്രം. പക്ഷേ അവൻ്റെ മനസ്സ് അല്പം പിന്നിലേക്കോടി. നച്ചുവുമായി അകത്തേക്ക് കയറിയ നിമിഷം കോർണർ സെറ്റിയിലിരുന്ന 2 ചെറുപ്പക്കാർ അവരെ നോക്കി. അളിയാ, നോക്കടാ, ഉഗ്രനാണല്ലോടാ. കണ്ടിട്ട് തന്നെ കൺട്രോള് പോന്നു. അവൻ്റെയൊക്കെ ഭാഗ്യം. അവൻ ചുണ്ട് തടവുന്നു. നോക്കാം അളിയാ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടിയാ. നനഞ്ഞ പൂച്ചക്കുഞ്ഞിനെ പോലെ അഗ്നിയുടെ നെഞ്ചിൽ കിടക്കുന്ന അവളെ നോക്കിയാണ് അവന്മാരുടെ കമൻറ്റ്. ആരും കാണാത്തതും കേൾക്കാത്തതും ശ്രദ്ധിക്കാത്തതും അവൻ കാണും, കേൾക്കും, ശ്രദ്ധിക്കും. കാരണം അവൻ അഗ്നിയാണ്. അഗ്നിദേവ് റായ്ചന്ദ്. വിക്രം നിലത്ത് കിടക്കുന്ന ചെറുപ്പക്കാരെ നോക്കി. അൽപായുസാണല്ലോ പിള്ളേരെ, അവൻ മനസ്സിലോർത്തു. ഒന്ന് പ്രപ്പോസൽ ചെയ്തതിന് ഒരുത്തനെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചു. അപ്പം പിന്നെ നീയൊക്കെ നരകം കാണും. കാണിക്കും ബോസ്. വിക്രം അവരെ തൂക്കിയെടുത്തു. അയ്യോ എൻ്റെ പൊന്നു ചേട്ടാ, ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? നല്ലൊരു പെണ്ണിനെ കണ്ട ഏതൊരാണും പറയുന്നതേ ഞങ്ങളും പറഞ്ഞുള്ളൂ. അതിനാണോ ഇങ്ങനെ? അവൾ അങ്ങനെ ഒരു പെണ്ണല്ല. അവൾ ഈ അഗ്നിയുടെ പെണ്ണാ, എൻ്റെ മാത്രം പെണ്ണ്. അവളെ ഒന്ന് നോക്കാൻ പോലും നിനക്കൊന്നും അവകാശമില്ല. എൻ്റെ മുന്നിൽ എൻ്റെ പെണ്ണിനെ നീ. അവൻ്റെ വായിലേക്ക് വിരൽ കടത്തി അവൻ്റെ നാവ് പിടിച്ചു അഗ്നി. ബോസ്, ബോസ് പ്ലീസ് ബോസ്, ഇവിടെ വെച്ച് വേണ്ട ബോസ്. ഞാൻ നോക്കിക്കോളാം ബോസ്. വിക്രം പെട്ടെന്ന് അവനെ പിടിച്ചു. അഗ്നിയുടെ കണ്ണുകൾ ജ്വലിച്ചു. വിക്രം കണ്ണ് കാണിച്ചതും 2 പേർ മുന്നോട്ട് വന്ന് അവരെ പിടിച്ച് ജീപ്പിലേക്ക് എറിഞ്ഞു. വിക്രം, എനിക്ക് വേണം അവന്മാരെ. യെസ് ബോസ്. വിക്രം വേഗം അവരുമായി തിരികെ പോയി. കുറച്ച് സമയം അങ്ങനെ നിന്ന അഗ്നി ദേഷ്യം അടങ്ങുന്നവരെയും ഡീപ്പ് ബ്രീത്ത് എടുത്തു. സ്വയം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. നച്ചുവിൻ്റെ മുഖം ഓർമ്മയിൽ തെളിഞ്ഞതും അവൻ്റെ ശ്വാസഗതി നോർമലാകാൻ തുടങ്ങി. അല്പസമയം കൂടി നിന്നവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അവൻ റൂമിലേക്ക് പോകുന്നത് നോക്കി നിന്ന സ്റ്റാഫുകളുടെ മുട്ടുകാൽ വിറയ്ക്കുന്നുണ്ട്. അവരുടെ കണ്ണിൽ അവനോടുള്ള ഭയം നിറഞ്ഞു നിന്നിരുന്നു. ഡോർ തുറന്ന് കയറിയതും മുന്നിൽ റോസ് സാരിയും ചുറ്റി നിൽക്കുന്ന നച്ചു.
അവൻ്റെ മനസ്സ് തന്നെ ഫ്രീ ആയി. അവൾ അവനെ നോക്കി വിടർന്ന് ചിരിച്ചു. എവിടെ പോയതാ ദേവേട്ടാ? അവൻ കൈ പിന്നിൽ ഒളിപ്പിച്ചു. കയ്യിൽ അവരുടെ രക്തം പുരണ്ടിട്ടുണ്ട്. ഞാൻ റിസപ്ഷൻ വരെ പോയതാ നച്ചു. ഒരു എമർജൻസി ഉണ്ടായിരുന്നു. ശരി, ദേവേട്ടൻ ഫ്രഷ് ആകുന്നില്ലേ? ഒരു 10 മിനിറ്റ്, ഞാനിപ്പോൾ വരാം. അവൻ വേഗത്തിൽ ബാത്റൂമിൽ കയറി ഡോർ ലോക്കിട്ടു. അവൻ്റെ ആ പെരുമാറ്റം അവളിൽ സംശയമുണർത്തി. ദേവേട്ടൻ എന്താ പെട്ടെന്ന് പറ്റിയത്? ഷാർപ്പ് 10 മിനിറ്റിൽ അവൻ പുറത്തേക്കിറങ്ങി. അവൻ സെയിം ഡ്രസ് ഇടാനെടുത്തതും അവൾ അമ്പരന്ന് നോക്കി. അതൊക്കെ എത്തി. അവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ എന്നോർത്ത് അവൾ പുറത്തേക്കിറങ്ങാൻ തുടങ്ങി. നച്ചു സ്റ്റോപ്പ്! അവൾ ഞെട്ടിപ്പോയി. ഹേ, എന്താ ദേവേട്ടാ? നീ എങ്ങോട്ടാ നച്ചു? ഞാൻ വെറുതെ പുറത്തേക്ക്. വേണ്ട, നിൽക്ക്. 5 മിനിറ്റ്സ്, ഞാനിപ്പോൾ വരാം. അവൻ്റെ ശബ്ദത്തിൽ അവൾ തറഞ്ഞു നിന്നുപോയി. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. അവളുടെ കണ്ണ് മിഴിഞ്ഞുപോയി. അവൾ പെട്ടെന്ന് തിരിഞ്ഞ് മുഖം പൊത്തി. അയ്യേ, ഈ ദേവേട്ടൻ എന്തൊക്കെയാ കാണിക്കുന്നേ? അവൾ അങ്ങനെ നിൽക്കുമ്പോൾ അവൻ്റെ ശബ്ദം കാതിനരികെ. നച്ചു, എന്തിനാ നാണിക്കുന്നേ? എന്നായാലും നീ എന്നെ അറിയേണ്ടതല്ലേ? അവളുടെ രക്തം പോലും തണുത്തുപോയി. അത്ര ഹസ്കി വോയിസ് ആയിരുന്നു അവൻ്റേത്. അവൻ അവളെ കൊണ്ടുവന്നതുപോലെ തന്നെ പൊക്കിയെടുത്ത് തിരികെ നടന്നു. അവൾ പൂത്തുലഞ്ഞ പോലെ അവൻ്റെ കയ്യിൽ കിടന്നു. കായൽക്കരയിൽ കൈ കോർത്തു നിൽക്കുന്നവർ. അവൻ്റെ തോളിൽ തല ചായ്ച്ചാണ് നച്ചുവിൻ്റെ നിൽപ്പ്. വഞ്ചി കണ്ടപ്പോൾ തോന്നിയ മോഹത്തിൽ അവൾ അവനുമായി വഞ്ചിയിൽ കയറി. അവളിൽ പരിഭ്രമം നിറഞ്ഞതും അവൻ അവളെ ചേർത്ത് പിടിച്ചു. പൂത്തു നിൽക്കുന്ന ആമ്പലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അവർ അവരുടെ ലോകത്തിൽ മതിമറന്നു. കായലിലെ വെള്ളത്തിൽ കൈയിട്ട് അവൻ്റെ മേലേക്ക് തെറിപ്പിച്ചുകൊണ്ട് അവൾ കുസൃതി കാട്ടി. അവളുടെ സന്തോഷമായിരുന്നു അവനേറെ പ്രിയപ്പെട്ടത്. അവളെ ചേർത്ത് പിടിച്ച് വഞ്ചിയിലിരിക്കുമ്പോൾ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ അവനായിരുന്നു. ദേവേട്ടാ, എനിക്കിപ്പോൾ എന്ത് സന്തോഷമാണെന്നറിയോ? എനിക്കൊരു ഉമ്മ തരുമോ ദേവേട്ടാ? അവളുടെ ആ ചോദ്യം അവനിൽ ഇരട്ടി സന്തോഷം നിറച്ചു. അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ വയ്ക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കായൽക്കാറ്റ് അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് ഭയന്നവൻ അവളുമായി കരയിലേക്ക് മടങ്ങി. നിലത്ത് ഷീറ്റ് വിരിച്ച് 2 പേരും ഇരുന്നു. അവളുടെ മുഖം സൂര്യകിരണങ്ങളാൽ തിളങ്ങി. നച്ചു, ഞാൻ നിന്റെ മടിയിൽ കിടന്നോട്ടെ? അവൻ്റെ ആ ചോദ്യത്തിൽ അവൾ ചിരിച്ചു. അവൾ തലയാട്ടിയതും അവൻ അതീവ സന്തോഷത്തിൽ അവളുടെ മടിയിലേക്ക് തല ചായ്ച്ചു. അവൻ കണ്ണുകൾ അടച്ചു പിടിച്ചു. കുഞ്ഞുനാളിൽ അവൻ്റെ അമ്മയുടെ മടിത്തട്ടിൽ കിടന്നത് ഓർമ്മ വന്നുപോയി അവന്. അത്ര സുരക്ഷിതത്വമാണ് അവന് ഫീൽ ചെയ്തത്. അവൾ അവൻ്റെ തലയിൽ മെല്ലെ തഴുകിയതും അവൻ ആ ഫീൽ പൂർണ്ണമായി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞതും അവൾ അതീവ വാത്സല്യത്തോടെ അവൻ്റെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി. അതോടെ അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. നച്ചു, നമുക്ക് അമ്മയും മീരയും നമ്മുടെ ഒപ്പം കൊണ്ടുപോകാം. അമ്മയോട് നമ്മുടെ കാര്യം തുറന്നു പറയാം. മീരയെ ഞാൻ പഠിപ്പിക്കാം. നമുക്കൊരു ഫാമിലി ആയിട്ട്. അവൻ പറഞ്ഞു തീരും മുന്നേ കരഞ്ഞുകൊണ്ട് അവൾ അവനെ ഇറുകെ പിടിച്ചു. ദേവേട്ടാ, എനിക്കറിയാം നച്ചു, അമ്മയെ പിരിയുന്നതിലുള്ള വേദന. എനിക്കല്ലാതെ മറ്റാർക്കാ അതിൻ്റെ വ്യാപ്തി മനസ്സിലാകുക? നീ എൻ്റെ കൂടെ എത്ര സന്തോഷത്തിലായാലും നിൻ്റെ ഉള്ളിൽ അവരുടെ മുഖം തെളിയുമ്പോൾ നിൻ്റെ ഉള്ളൊന്ന് നീറും. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്നു മുതൽ അവരുണ്ടാകും നമുക്കൊപ്പം ഇല്ലെങ്കിലും കാണുന്ന ദൂരത്തിലായാലും മതി ദേവേട്ടാ. നമുക്കിന്ന് തന്നെ പോകാം നച്ചു. അവൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ചെമ്പൂർ, നച്ചുവിൻ്റെ വാടക വീട്. ഉള്ളിൽ പലിശരാജൻ്റെ ശബ്ദം ഉയർന്നു കേൾക്കുന്നു. അയാളുടെ കഴുത്തിൽ 3 പവൻ്റെ ചെയിൻ കിടപ്പുണ്ട്. കണ്ടാൽ തന്നെ അറിയാം ആളത്ര നല്ലവനല്ല. പാൻ മസാല ചവയ്ക്കുന്നുണ്ട്. അയാൾക്ക് മുന്നിൽ വയ്യാതെ കിടക്കുന്ന സുമതിയമ്മ. കയ്യിൽ ട്രിപ്പ് കയറുന്നുണ്ട്. അവരുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. സൈഡിൽ മീര നിൽപ്പുണ്ട്. അവളുടെ മുഖത്താണേലോ ദേഷ്യം നിറഞ്ഞു നിൽക്കുന്നു. കയ്യിൽ സ്റ്റീൽ ബാറ്റുണ്ട്. താരം കിട്ടി അവനിട്ട് ഒരെണ്ണം കൊടുക്കാൻ ഉള്ളു കൊതിക്കുന്നുണ്ട്. അവളുടെ കണ്ണിൽ
തീയാളുന്നുണ്ട്. എടോ തടിയാ, താനൊരു മനുഷ്യനാണോ? അമ്മയ്ക്ക് ഷുഗർ കൂടി കിടക്കുക. തനിക്ക് കണ്ണ് കണ്ടൂടെ അമ്മയ്ക്ക് ട്രിപ്പ് ഇട്ടേക്കുവാന്ന്? ഇപ്പോൾ വന്ന് പലിശ പൈസ ചോദിച്ചാ ഞങ്ങൾ എന്താ ചെയ്യാ? ഇനിയും താനിവിടെ നിന്നാ തൻ്റെ തല പൊളിക്കും ഞാൻ. തൻ്റെ തല തല്ലി പൊളിക്കും ഞാൻ, പറഞ്ഞേക്കാം. എടി നരന്തേ, നീ എന്താ പറഞ്ഞേ? എൻ്റെ തല തല്ലി പൊളിക്കുമെന്നോ? ആഹാ, അങ്ങനെ തന്നെ പറഞ്ഞേ. എൻ്റെ ചേച്ചി ഇങ്ങോട്ട് വരട്ടെ, കൂടെ അഗ്നിച്ചേട്ടൻ വരുമല്ലോ. അഗ്നിദേവ് റായ്ചന്ദ്, താൻ ആ പേര് കേട്ടിട്ടുണ്ടോടോ? കേട്ടാ മുംബൈ മുഴുവൻ വിറയ്ക്കുന്ന പേര്. എൻ്റെ ഒരു മിസ്ഡ് കോൾ മതി തന്നെ ഈ ചെയിനോടെ പിടിച്ച് കഴുത്തിഞ്ഞിരിക്കും. അറിയോടോ തനിക്ക്? ആളെ തനിക്ക് മനസ്സിലായോടോ? രാജൻ ചിരിച്ചു. വായാടി കൊച്ചേ, അഗ്നിദേവ് റായ്ചന്ദ്, അവൻ കോടികളുടെ ഇടപാടുള്ള ബിസിനസ്മാൻ. ഈ ചേരിയിൽ വാടകക്കാരിയുടെ അനിയത്തിക്ക് വേണ്ടി. കൊള്ളാം കൊച്ചേ. അയാൾ അവളെ പുച്ഛിച്ചു. വാടക കുടിശ്ശിക 3 മാസത്തേത്. വാങ്ങിയ കടത്തിൻ്റെ പലിശ 2 ലക്ഷം. ടോട്ടൽ 2,30,000. ഇന്ന് തന്നില്ലേ നിന്നെ നിന്റെ അമ്മയെ ഞാൻ തെരുവിലിറക്കും. അയാൾ ഉറഞ്ഞു തുള്ളി. അവൻ മീരയുടെ നേർക്ക് അട്ടഹസിച്ചു. അതേസമയം താഴെ റോഡിൽ ടയറിൻ്റെ ബ്രേക്ക് ഇടുന്ന ശബ്ദം. 10G വാഗൺ ബ്ലാക്ക്. അവർക്ക് മുന്നിൽ റോൾസ് റോയ്സ് ഫാൻഡം നമ്പർ 0001. മെയിൻ ഡോർ തുറന്നു. ആദ്യം ബൂട്ട് സൗണ്ട്. പിന്നെ വിക്രം കാറിൽ നിന്നും ഇറങ്ങി. കയ്യിൽ ഗൺ സൈലൻസർ മോഡൽ. വിക്രമിൻ്റെ മുഖത്ത് ഗൗരവം. അവന് പിന്നിൽ 20 കമാൻഡോ. എല്ലാവരും ബ്ലാക്ക് സ്യൂട്ട്, യൂണിഫോം പോലെ. എല്ലാവരും നിശബ്ദമായി നിരന്നു. പിന്നെ അവൻ ഇറങ്ങി. ദി ഡെവിൾ, അഗ്നി. റോസ് ഷർട്ട്, ബ്ലാക്ക് പാൻറ്, സ്ലീവ് മടക്കി വെച്ചിട്ടുണ്ട്. കയ്യിൽ ബാൻഡേജ് ചുറ്റിയിട്ടുണ്ട്. പക്ഷെ കണ്ണ്, അതിൽ അഗ്നി എരിയുന്നുണ്ട്. അവൻ വീട്ടിലേക്ക് സ്റ്റെപ്സ് ഓടിക്കയറി. ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും യമൻ്റെ കാലടികൾ പോലെ. 2nd ഫ്ലോർ. അവൻ ഡോർ തുറന്നു. ഉള്ളിലേക്ക് നോക്കി. അട്ടഹസിച്ച് നിൽക്കുന്ന ഒരാൾ. സുമതിയമ്മയെ അവൻ കണ്ടു. പേടിച്ച് കിടക്കുന്നു ആ പാവം. അടുത്ത് നിൽക്കുന്ന മീരയെ നോക്കി. ബാറ്റും പിടിച്ച് ധൈര്യമായി നിൽക്കുന്നു. അഗ്നിയുടെ രക്തം തിളച്ചു. അവൻ അകത്തേക്ക് പാഞ്ഞു കയറി രാജൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. രാജൻ അമ്പരന്ന് നിന്നുപോയി. വായിൽ നിന്ന് പാൻ മസാല വീണുപോയി. അവൻ്റെ കാല് വിറച്ചു തുടങ്ങി. താൻ മുള്ളിപ്പോകുമെന്ന് രാജന് തോന്നി. സർ, നിങ്ങളിവിടെ എന്തിന്? അയാൾ വിക്കലോടെ ചോദിച്ചു. അഗ്നി ഒന്നും മിണ്ടിയില്ല. അവൻ രാജൻ്റെ ചെയിനിൽ പിടിച്ചു. ഒറ്റ കൈകൊണ്ട് പൊക്കി നിലത്ത് നിന്ന് 2 അടി രാജൻ ഉയർന്നു. രാജൻ കാലിട്ടടിച്ചു. ശ്വാസം കിട്ടാതെ പിടഞ്ഞു. നീ ആരുടെ വീട്ടിലാ കയറിയത്? അവൻ്റെ ശബ്ദം കേട്ട് രാജൻ വിറച്ചു. പറ, ആരുടെ അമ്മയാ നീ പേടിപ്പിച്ചത്? ആരുടെ അനിയത്തിയാ നീ തൊടാൻ നോക്കിയത്? രാജൻ കരഞ്ഞു. സർ, അറിയില്ലായിരുന്നു സർ. വിട് സർ, പ്ലീസ്, ഞാൻ ചത്തുപോകും സർ. മീര പെട്ടെന്ന് മുന്നോട്ട് ചാടി വന്നു. അഗ്നിയേട്ടാ, വിടല്ലേ. അവൻ്റെ മീശ വടിച്ചിട്ട് വിട്ടാൽ മതി. അവൻ എൻ്റെ അമ്മയെ. അവൾക്ക് വാക്ക് മുഴുവിപ്പിക്കാൻ പറ്റിയില്ല. അവൾക്ക് കരച്ചിൽ വന്നു. അഗ്നി മീരയെ നോക്കി. ഒരു നിമിഷം അവൻ്റെ കണ്ണിലെ അഗ്നി കുറഞ്ഞു. പിന്നെ വീണ്ടും രാജനെ നോക്കി. വിക്രം. യെസ് ബോസ്. ഇവൻ്റെ കണക്ക് 2,30,000 യെസ് ബോസ്. ചെക്ക് ബുക്ക് എടുക്ക്. വിക്രം അത് എടുത്തു കൊടുത്തു. അഗ്നി സൈൻ ചെയ്തു. 5 ലക്ഷം രാജൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തു. ഇതെടുത്ത് നിന്റെ ജീവനും കൊണ്ട് പോടാ. ഇനി നിന്നെ ഇവിടെ കണ്ട നിന്റെ ശവം പോലും ആർക്കും കിട്ടില്ല. നിന്റെ ഈ കൊഴുപ്പ് നിറഞ്ഞ ശരീരം കഴുകം കൊത്തി തിന്നും. മനസ്സിലായോ? രാജൻ പേടിയോടെ തലയാട്ടി. ചെക്കെടുത്തുകൊണ്ട് ഇറങ്ങി ഓടി. അവൻ്റെ പിന്നാലെ അവൻ്റെ ഗുണ്ടകളും. അഗ്നി തിരിഞ്ഞ് സുമതിയുടെ അടുത്തേക്ക് നടന്നു. അവരുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. അവരുടെ കാലിൽ കൈവച്ചു. അമ്മേ. എല്ലാവരും നോക്കി നിൽക്കെ ഒരമ്മയുടെ കാൽക്കൽ അവൻ, അഗ്നി. സുമതി വിറച്ചുപോയി. മോനെ എഴുന്നേക്ക്, നീ ആരാ? അഗ്നി തലയുയർത്തി. അവൻ്റെ കണ്ണ് നിറഞ്ഞു. അമ്മേ, ഞാൻ അഗ്നിദേവ് റായ്ചന്ദ്.
ഒരനാഥൻ. എനിക്ക് അമ്മയുടെ മകൾ നക്ഷത്രയെ ജീവനാണ്. എൻ്റെ ശ്വാസം, എൻ്റെ പ്രാണൻ എല്ലാം അവളാണ്. അമ്മ എനിക്ക് അവളെ തരുമോ? പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. അപ്പോൾ നക്ഷത്ര ഓടി വന്നു. അവൾ കാറിലായിരുന്നു. രാജൻ്റെ പോക്ക് കണ്ട് ഓടിക്കിതച്ചുകൊണ്ട് വന്നതാണവൾ. ദേവേട്ടാ! സുമതിയുടെ കാൽക്കലിരിക്കുന്ന അവനെ കണ്ടതും അവളുടെ ഹൃദയം നിന്നുപോയി. ദേവേട്ടാ, എന്താ ഈ കാണിക്കുന്നേ? എണീറ്റേ! അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. മോളെ, ഇത് അമ്മേ, ഇതെൻ്റെ ബോസാണമ്മേ. അമ്മ പറഞ്ഞില്ലേ ഒരു സംശയം? അത് സത്യമായിരുന്നു. ദേവേട്ടൻ എന്നെ ജീവനാണ്. ഈ മനുഷ്യൻ്റെ ആസ്തിക്ക് എന്നെപ്പോലൊരു കുട്ടിയെ. പക്ഷേ ദേവേട്ടൻ എന്നെ സ്നേഹിക്കുന്നു അമ്മേ. ആ സ്നേഹം അത് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് ദേവേട്ടനെ ഇഷ്ടമാണ്. അമ്മ സമ്മതിക്കുമെങ്കിൽ എനിക്ക് ദേവേട്ടനെ. മോളെ, നീ എന്തൊക്കെയാ പറയുന്നേ? ഇപ്പം തന്നെ ഈ മോൻ രാജൻ്റെ കടം വീട്ടി. നമ്മളിപ്പോൾ ഈ മോന് കടക്കാരാണ്. അങ്ങനെയുള്ള നമ്മൾ തന്നെ ബന്ധം കൂടുകയാണെന്ന് വെച്ചാ? അമ്മേ, അത് കടവല്ല, എൻ്റെ കടമയാണ് ഞാൻ ചെയ്തത്. നച്ചുവിനെ എനിക്ക് അമ്മ സമ്മതിക്കണം. പിന്നെ ഇനി ഇവിടെ കഴിയണ്ട. എൻ്റെ ഒപ്പം വരൂ. അമ്മയ്ക്കും മീരയ്ക്കും ഇനിയൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. അഗ്നി എഴുന്നേറ്റു. അമ്മേ, ഇനി നിങ്ങൾ കരയേണ്ടി വരില്ല. ഇനി നിങ്ങൾക്ക് പേടിക്കേണ്ടിയും വരില്ല. ഇനി നിങ്ങൾക്ക് ഞാനുണ്ട്, ഈ അഗ്നിയുണ്ട്. നിങ്ങളെ മീരയും ഞാൻ കൊണ്ടുപോകും എൻ്റെ വീട്ടിലേക്ക്. സീഫേസ് വില്ല, അതിനി നിങ്ങൾക്ക് സ്വന്തം. അവിടെ നിങ്ങൾക്ക് സമാധാനമായിട്ട് കഴിയാം. മീര നമ്മുടെ പ്രിൻസസ്സാണ്. അമ്മയ്ക്ക് വയ്യെങ്കിൽ ഡോക്ടർ സേവനം 24 മണിക്കൂറും ഞാൻ ഉറപ്പാക്കാം. മീരയ്ക്ക് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സ്കൂൾ തന്നെ തിരഞ്ഞെടുക്കാം. കാർ, ഡ്രൈവർ, കുക്ക് എല്ലാം നിങ്ങൾ കമാൻഡ് ചെയ്താൽ മാത്രം മതി. സുമതി പൊട്ടിക്കരഞ്ഞു. മോനെ, ഞങ്ങൾ പാവങ്ങളാ. നീ. അഗ്നി ചിരിച്ചു. അമ്മേ, പണം അതെനിക്ക് സമാധാനം, സന്തോഷം ഒന്നും തരുന്നില്ല. പക്ഷെ നിങ്ങളുടെ മകൾ, എൻ്റെ നച്ചു, അവളെൻ്റെ ശ്വാസമാണമ്മേ. അവൾ ചിരിക്കണം, അവൾ സന്തോഷിക്കണം. അതിന് നിങ്ങൾ അവളുടെ ഒപ്പം വേണം. അവളുടെ ലോകം തന്നെ നിങ്ങളാണ്. മീര പെട്ടെന്ന് മുന്നോട്ട് ചാടി. ഞങ്ങളുടെ പൂച്ചക്കുട്ടിയെ ചേട്ടന് തരാൻ എനിക്ക് 100 വട്ടം സമ്മതം. അഗ്നി അവളുടെ കവളിൽ പിച്ചി. താങ്ക് യു ഏഞ്ചൽ. നീ ചോദിക്കുന്നത് മുഴുവൻ ഞാൻ നിനക്ക് തരാം. നീ ഇനി എൻ്റെ അനിയത്തിയാ, എൻ്റെ മീര. ഓക്കെ ആണോ? അവൾ സന്തോഷത്തോടെ തലയാട്ടി. നക്ഷത്ര ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മേ, സോറി അമ്മേ, എനിക്ക്. അവൾക്ക് പറയാൻ പറ്റിയില്ല. സുമതി അവളുടെ തലയിൽ തലോടി. മോളെ, കരയല്ലേ. ഈ മോൻ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവൻ നമുക്ക് ദൈവമാണ്. നമുക്ക് വേണ്ടി വന്ന ദൈവം. 1 മണിക്കൂർ കഴിഞ്ഞ് അവിടേക്ക് ആംബുലൻസ് വന്നു നിന്നു. ഫുൾ AC, ഒപ്പം ഡോക്ടർ ടീം. അവർ സുമതിയെ ഷിഫ്റ്റ് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ഒന്നും തന്നെ എടുക്കാൻ അഗ്നി സമ്മതിച്ചില്ല. നച്ചു ആകെ എടുത്തത് അവളുടെ അച്ഛൻ്റെ ഫോട്ടോസ് മാത്രം. സീഫേസ് വില്ല, 20 റൂം പാലസ്. സുമതിക്ക് മാസ്റ്റർ ബെഡ്റൂം, സീ വ്യൂ, മെഡിക്കൽ സെറ്റപ്പ്, നഴ്സ് 24 hours. മീരയ്ക്ക് പിങ്ക് പാലസ് റൂം. ബാർബീസോ 50 എണ്ണം. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിപ്പോയി. അഗ്നിയേട്ടാ, ലവ് യു. ഇതൊക്കെ ഡ്രീമാണോ? അഗ്നി അവളുടെ തലയിൽ തട്ടി. ഇല്ല മീര, ഇനി മുതൽ ഇത് നിന്റെ വീടാണ്, നിന്റെ സ്വന്തം. ഈവനിങ് 7 PM. വില്ല, ടെറസ്. സൂര്യൻ താഴ്ന്നു. കടൽ കറുപ്പ് പോലെ തോന്നിച്ചു. ടെറസിൽ നിൽക്കുകയാണ് നച്ചു. കടലിലേക്ക് നോക്കി കൈകൾ കെട്ടി. അവളുടെ കാറ്റിൽ അവളുടെ മുടി പാറുന്നു. ബ്ലൂ സാരി. അവളെ നോക്കി നിൽക്കുന്ന അഗ്നി. അവൾ ഭൂമിയിലെ ദേവതയാണെന്ന് അഗ്നിക്ക് തോന്നി. അഗ്നി വന്ന് അവളുടെ മുന്നിൽ മുട്ടുകുത്തി. പോക്കറ്റിൽ നിന്ന് ഡയമണ്ട് റിങ് എടുത്തു. പക്ഷെ അവൻ്റെ കണ്ണിൽ അവളാണ് ഡയമണ്ട്. നച്ചു. അവൻ്റെ ശബ്ദത്തിൽ പ്രണയം നിറഞ്ഞു. അവളോടുള്ള ഭ്രാന്ത് നിറഞ്ഞു. സ്നേഹം നിറഞ്ഞു. വിൽ യു മാരി മീ? ഇന്ന്, ഇപ്പോൾ, ഈ നിമിഷം. നീ വന്നാ ഇവിടെ സ്വർഗമാകും. വിൽ യു ബി
മൈ വൈഫ്, മൈ ക്വീൻ, മൈ ലൈഫ്, മൈ ഡെത്ത്, എവരിതിങ്. നക്ഷത്രയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. യേസ് ദേവേട്ട, 1000 തവണ സമ്മതമാണ്. ദേവേട്ടൻ്റെ ഭ്രാന്ത് അതെനിക്ക് പ്രാണനാണ്. ഞാൻ എന്നും ദേവേട്ടൻ്റേത് മാത്രമാണ് ദേവേട്ട. ജീവിച്ചാലും മരിച്ചാലും അതെൻ്റെ ദേവേട്ടനോടൊപ്പം. അവൻ അവളുടെ കൈ പിടിച്ചു. അവളുടെ വിരലിൽ റിങ്ങിട്ടു. അവളുടെ കയ്യിൽ ഉമ്മ വെച്ചു. എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവളെ വലിച്ച് നെഞ്ചോട് ചേർത്ത് അവളുടെ നെറ്റിയിൽ തല ചേർത്തു. താങ്ക് യു നച്ചു, എൻ്റെ ജീവൻ തിരിച്ചു തന്നതിന്. അപ്പോൾ അഗ്നിയുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു. വീഡിയോ കോൾ, പ്രൈവറ്റ് നമ്പർ. അഗ്നിയുടെ മുഖം ചുളിഞ്ഞു. അഗ്നി കോൾ എടുത്തു. സ്ക്രീനിൽ ഒരു മുഖം, പകുതി കരിഞ്ഞ മുഖം. ഒരു കണ്ണില്ല, മറ്റേ കണ്ണ് ഗ്ലാസ് ഐയാണ്. അതിൽ പ്രതികാരം നിറഞ്ഞു നിൽക്കുന്നു. ചുണ്ട് കീറിയത് തുന്നിയിട്ടുണ്ട്. അവൻ്റെ ചിരി അത് ക്രൂരത നിറഞ്ഞതാണ്. ഹലോ അഗ്നിദേവ് റായ്ചന്ദ്, ഓർമ്മയുണ്ടോ നിനക്ക് 20 വർഷം മുമ്പ് നിൻ്റെ അമ്മയുടെ മരണം? നിൻ്റെ അമ്മയുടെ കാറിൻ്റെ ബ്രേക്ക് കട്ട് ചെയ്തത് ആരാണെന്നറിയോ? ഞാൻ. നീ ആരാടാ? ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വാടാ, അപ്പം അറിയാം ഈ അഗ്നി ആരാണെന്ന്. അഗ്നിയുടെ കണ്ണുകൾ ജ്വലിച്ചു. അറിയാം അഗ്നി, സർവവും ചുട്ടരിക്കാൻ പാകത്തിൽ നീ അഗ്നിയാണെന്ന്. ഞാൻ വരും നിൻ്റെ മുന്നിലേക്ക്. അന്ന് നിൻ്റെ അച്ഛൻ കരഞ്ഞ് കാല് പിടിച്ചിട്ടും ഞാൻ വിട്ടില്ല. ഇപ്പം നിൻ്റെ ടേൺ. നിൻ്റെ നക്ഷത്ര, നിൻ്റെ പ്രാണൻ, നിൻ്റെ പ്രണയം സീ ഫേസ് വില്ലയിൽ തീർക്കും ഞാൻ. അവളെ നിൻ്റെ കൺമുന്നിൽ വച്ച് അവളുടെ കഴുത്ത് ഞാൻ. സ്ക്രീനിൽ നക്ഷത്രയുടെ ഫോട്ടോ കഴുത്തിൽ കത്തി വച്ചിട്ടുണ്ട്. അതിൽ ചോര തെറിപ്പിച്ചു. അവൻ ഉറക്കെ ചിരിച്ചു. ഉറക്കെ ചിരിച്ചു. പൊടുന്നനെ കോൾ കട്ടായി. അഗ്നിയുടെ കണ്ണുകൾ 2 തീഗോളമായി മാറി.